Theorem: a graph G is disconnected if and only if its vertex set V can be partitioned into two non-empty disjoint subsets V1 and V2 such that there is no edge in G with one edge in V1 and the other in V2. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട തിയറം. അപ്പോൾ ഒരു ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ ഒരു വെർട്ടെക്സ് സെറ്റ് നമുക്ക് എൻ്റെ ഗ്രാഫിൻ്റെ വെർട്ടെക്സ് സെറ്റിനെ നമുക്ക് രണ്ട് സെറ്റ് V1ഉം V2 ആയിട്ട് പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ രണ്ട് സെറ്റുകളുടെ പ്രോപ്പർട്ടി എന്താണ്? നോൺ എംപ്റ്റി ആണ്. അത് അറ്റ്ലീസ്റ്റ് ഒരു വെർട്ടെക്സ് എങ്കിലും വേണം. അതുകൂടാതെ ഡിസ്ജോയിൻറ്റ് സബ്സെറ്റ്സ് ആയിരിക്കണം. എന്ന് വെച്ചാൽ കോമൺ എലമെൻറ്റ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ ഒരു ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവണമെങ്കിൽ നമ്മൾ ഗ്രാഫിൻ്റെ വെർട്ടെക്സ് സെറ്റിനെ രണ്ട് നോൺ എംപ്റ്റി ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള സബ്സെറ്റ്സ്, അതായത് രണ്ട് കോമൺ എലമെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത രണ്ട് വെർട്ടെക്സ് സെറ്റ് ആയിട്ട് V1ഉം V2 ആയിട്ട് പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടി പറ്റണം. അത് മാത്രമല്ല നമ്മുടെ ഗ്രാഫിലെ ഒരു എഡ്ജ് പോലും നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു എൻ വെർട്ടെക്സ് V1ലും അനദർ എൻ വെർട്ടെക്സ് V2ലും ആയിട്ട് ഉണ്ടാവാൻ പാടില്ല. അതായത് V1ലെയും V2ലെയും വെർട്ടീസുകൾ തമ്മിൽ അല്ല ആ രണ്ട് സെറ്റിലുള്ള വെർട്ടെക്സുകൾ തമ്മിൽ എഡ്ജസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഗ്രാഫ് G ഈസ് ഡിസ്കണക്റ്റ്. അപ്പോൾ നമ്മളിതിൻ്റെ പ്രൂഫാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഗ്രാഫ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൻ്റെ അകത്ത് രണ്ട് കമ്പോണൻസ് ഉണ്ട്. ദിസ് ഇസ് എ ഡിസ്കണക്റ്റഡ് ഗ്രാഫ്. അപ്പോൾ V1 എന്ന് പറയുന്നത് ഫസ്റ്റ് സെറ്റ്, ഇതിൻ്റെ അകത്ത് 3 വെർട്ടീസുകളുള്ളൊരു ഗ്രാഫ്. V2 എന്ന് പറഞ്ഞാൽ 2 വെർട്ടീസുള്ള വേറൊരു ഗ്രാഫ്. അപ്പോൾ അതായത് രണ്ട് കമ്പോണൻസ് ആണ്. ഈ രണ്ട് കമ്പോണൻസ് ഓഫ് എ ഡിസ്കണക്റ്റഡ് ഗ്രാഫ്. ഫസ്റ്റ് അതിൻ്റെ പ്രൂഫ് നമ്മൾ ഫോർവേഡ് ഡയറക്ഷനാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് അതിൻ്റെ ബാക്ക്വേർഡ് ഡയറക്ഷൻ. അപ്പോൾ ഫോർവേഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഈ പാർട്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അസ്യൂം ചെയ്ത് തുടങ്ങുകയാണ്. അങ്ങനെയാണെങ്കിൽ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. ഇനി സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നേരെ തിരിച്ചുള്ളത്. അതായത് ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ ഈ പാർട്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുമെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് പ്രൂഫ് ഇൻ ദ ഫോർവേഡ് ഡയറക്ഷൻ. ആദ്യം നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഇങ്ങനെ ഒരു പാർട്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നു. സോ സപ്പോസ് സച്ച് എ പാർട്ടീഷൻ എക്സിസ്റ്റ്. ഇപ്പോൾ രണ്ട് വെർട്ടെക്സ് സെറ്റുകളായിട്ട് നമ്മളുടെ എൻ്റയർ ഗ്രാഫിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് രണ്ട് സെറ്റ് ഫോം ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ഗ്രാഫുണ്ട്. അപ്പോൾ ഇതിലെ 3 വെർട്ടീസുകളുള്ള സെറ്റ് V1 നമ്മൾ അസ്യൂം ചെയ്തു. ഈ രണ്ട് വെർട്ടക്സിലുള്ള സെറ്റ് V2 എന്ന് അസ്യൂം ചെയ്തു. ഇനി ഇതിലെ രണ്ട് വെർട്ടീസുകൾ നമ്മൾ കൺസിഡർ ചെയ്യണം. ടേക്ക് 2 വെർട്ടീസസ്. A ഈസ് ആൻ എലമെൻറ്റ് ഓഫ് V1. അപ്പോൾ ഇതിലെ ഒരു വെർട്ടീസാണ് നമ്മൾ A എന്ന് ചൂസ് ചെയ്യുന്നത്. അതുപോലെ ഈ സെറ്റിലെ ഒരു വെർട്ടെക്സ് നമ്മൾ B എന്നും ചൂസ് ചെയ്യുന്നു. സോ A എലമെൻറ്റ് ഓഫ് V1 ആൻഡ് B എലമെൻറ്റ് ഓഫ് V2. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നോ പാത്ത് ക്യാൻ എക്സിസ്റ്റ് ബിറ്റ്വീൻ A ആൻഡ് B ബിക്കോസ് ദാറ്റ് വുഡ് റിക്വയർ അറ്റ്ലീസ്റ്റ് വൺ എഡ്ജ് കണക്ടിങ് V1 ആൻഡ് V2. അപ്പോൾ ഇവിടെ നമ്മൾ A എന്ന് പറഞ്ഞ ഏതൊരു വെർട്ടീസ് ഇതിൽ നിന്ന് എടുത്താലും അതുപോലെ B എന്ന് പറഞ്ഞ വെർട്ടീസ് ഇതിൽ നിന്ന് ഏത് വെർട്ടെക്സ് എടുത്താലും എയും ബിയും നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല? ഒരു എഡ്ജ് പോലും ഒരു പാത്ത് പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? V1ലെ ഒരു വെർട്ടീസിൽ നിന്നും V2ലെ ഒരു വെർട്ടീസിലേക്കും ഒരു എഡ്ജോ അല്ലെങ്കിൽ ഒരു പാത്തും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അതിൻ്റെ അർത്ഥം V1ഉം V2 എന്താണ്? കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ട് കമ്പോണൻസ് ആണ്. സോ റിസൾട്ട് ഈസ് ദാൻ G ഈസ് നോട്ട് കണക്റ്റഡ് അല്ലെങ്കിൽ G ഈസ് ഡിസ്കണക്റ്റഡ്. അപ്പോൾ ഇത് രണ്ടും കണക്റ്റഡ് അല്ലാത്ത രണ്ട് കമ്പോണൻസ് ആണ് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിലെ ഒരു വെർട്ടെക്സ് എടുത്ത് ഇതിലെ ഒരു വെർട്ടെക്സ് എടുത്ത് അത് തമ്മിലൊരു പാത്ത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ദാറ്റ് മീൻസ് ദീസ് ടു കമ്പോണൻസ് ആർ ഡിസ്കണക്റ്റഡ്. അപ്പോൾ അതാണ് പ്രൂഫിൻ്റെ ഫോർവേഡ് ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് രണ്ട് വെർട്ടെക്സ് സെറ്റ് അല്ലെങ്കിൽ പാർട്ടീഷനിങ് ഓഫ് വെർട്ടെക്സ് സെറ്റ് എക്സിസ്റ്റ് ചെയ്യും എന്ന് അസ്യൂം ചെയ്ത് തുടങ്ങി. എന്നിട്ട് നമുക്ക് റിസൾട്ട് എന്തായിരുന്നു? നമ്മുടെ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തത്. അപ്പോൾ ഈ രണ്ട് വെർട്ടെക്സ് സെറ്റ് എടുത്തു, തമ്മിൽ എഡ്ജസ് ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. സോ ദാറ്റ് മീൻസ് ദീസ് ടു കമ്പോണൻസ് ആർ ഡിസ്കണക്റ്റഡ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ പ്രൂഫിൻ്റെ കോൺവേഴ്സ് ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയാണ്? ലെറ്റ് G ബി ഡിസ്കണക്റ്റഡ്. അവിടെ നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ രണ്ട് വെർട്ടെക്സ് സെറ്റ് പാർട്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ G ഡിസ്കണക്റ്റഡ് ആണെന്ന് പ്രൂവ് ചെയ്യാണ് ചെയ്തത്. ഇപ്പോൾ നേരെ തിരിച്ചാണ് നമ്മൾ നെക്സ്റ്റ് ഡയറക്ഷനിൽ വരും. അപ്പോൾ ആദ്യം നമ്മൾ അസ്യൂം ചെയ്യാന്നു G ഈസ് ഡിസ്കണക്റ്റഡ്. അപ്പോൾ G എന്ന് പറഞ്ഞാൽ ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ ഡിസ്കണക്റ്റഡ് ഗ്രാഫ് നമ്മൾ എക്സാമ്പിളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ രണ്ട് കമ്പോണൻസ് ഉള്ള ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫ്. ഇനി പിക്ക് എ വെർട്ടെക്സ് A. അപ്പോൾ ഇവിടെ നമ്മൾ 1 എന്ന് പറഞ്ഞ വെർട്ടെക്സ് നമ്മൾ ചൂസ് ചെയ്തു. സോ ഡിഫൈൻ V1 ആസ് ദ സെറ്റ് ഓഫ് ഓൾ വെർട്ടീസസ് ജോയിൻ ടു A ബൈ പാത്ത്സ്. അപ്പോൾ ഈ വെർട്ടെക്സ് നമ്മൾ ചൂസ് ചെയ്തു. ഇനി ഇതിലേക്ക് എഡ്ജുകൾ വരുന്ന ആരൊക്കെയാണോ അവരെയൊക്കെ കണ്ടുപിടിച്ചു. അപ്പോൾ 2 അങ്ങോട്ടൊരു എഡ്ജ് ഉണ്ട്, 3 അങ്ങോട്ടൊരു എഡ്ജ് ഉണ്ട്. അപ്പോൾ ഈ A എന്ന് പറഞ്ഞ വെർട്ടെക്സിലേക്ക് എഡ്ജസ് ഉള്ള എല്ലാവരെയും കൂട്ടി നമ്മൾ V1 എന്ന് പറഞ്ഞ സെറ്റ് ഫോം ചെയ്തു. അപ്പം 1 2 3 ഇപ്പോൾ ഈ 3 വെർട്ടീസുകളുള്ള ഒരു സെറ്റാണ് V1. ഇനി നമ്മൾ ഫസ്റ്റ് അസ്യൂം ചെയ്തിട്ടുണ്ട് G ഡിസ്കണക്റ്റഡ് ആണെന്നുള്ളത്. സോ സിൻസ് G ഈസ് ഡിസ്കണക്റ്റഡ് V1 ഡസ് നോട്ട് ഇൻക്ലൂഡ് ഓൾ വെർട്ടീസസ്. അത് കറക്റ്റാണല്ലോ. അപ്പോൾ ഈ എൻ്റയർ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഫോം ചെയ്ത V1ൽ എല്ലാ വെർട്ടീസുകളും ഉണ്ടാവില്ല. ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ അതിൽ കമ്പോണൻസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് ഒരു വെർട്ടെക്സ് ചൂസ് ചെയ്തു. ആ വെർട്ടെക്സിലേക്ക് കണക്ഷനുള്ള ബാക്കി എല്ലാവരെയും നമ്മൾ ഒന്നിച്ചൊരു സെറ്റാക്കി V1 എന്ന് പറഞ്ഞ സെറ്റാക്കി മാറ്റി. പക്ഷേ ഈ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആയതുകൊണ്ട് ഇതിലേക്ക് കണക്ഷൻ ഇല്ലാത്ത വേറെ വെർട്ടീസുകളും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് V1 എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്താവില്ല, അതിലെല്ലാ വെർട്ടീസുകളും
V1 എന്ന് പറഞ്ഞ സെറ്റിൽ ഒരിക്കലും എല്ലാ വെർട്ടീസുകളും ഉണ്ടാവില്ല. ബാക്കിയുള്ള റിമൈനിങ് വെർട്ടീസുകൾ ഉണ്ടല്ലോ, അപ്പോൾ അവരെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്തു, അടുത്ത നോൺ എം ഡി സെറ്റ് V2 ഫോം ചെയ്തു. സോ റിമൈനിങ് വെർട്ടീസസ് ഫോം എ നോൺ എം ഡി സെറ്റ് V2. റിമൈനിങ് വെർട്ടീസുകളുടെ ഏതൊക്കെയാണ്? V4ഉം V5ഉം ആണ്. അപ്പോൾ അവർ നമ്മൾ V2 എന്ന് പറഞ്ഞൊരു സെറ്റ് ഫോം ചെയ്തു. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ V1ലെ ഒരു വെർട്ടെക്സും V2ലെ ഒരു വെർട്ടെക്സും തമ്മിൽ കണക്റ്റഡ് അല്ല. സോ നോ വെർട്ടെക്സ് ഇൻ V1 ഈസ് ജോയിൻ ടു എനി ഓഫ് ദ വെർട്ടെക്സ് ഇൻ V2 ബൈ എൻ എച്ച്. അപ്പം V1ലെ ഒരു വെർട്ടെക്സും V2ലെ ഒരു വെർട്ടെക്സുമായിട്ട് കണക്റ്റഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? V1 V2 എന്ന് പറഞ്ഞൊരു പാർട്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 ഡയറക്ഷനിൽ പ്രൂഫാണ് ചെയ്തത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? അസ്യൂം ചെയ്തു 2 വെർട്ടെക്സ് പാർട്ടീഷനിങ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആണെന്നാണ് നമ്മളവിടെ പ്രൂവ് ചെയ്തത്. അപ്പോൾ ഇതിലൊരു വെർട്ടെക്സ് എടുത്തു, ഇതിൽ നിന്ന് ഇപ്പുറത്തേക്ക് എവിടെയെങ്കിലും എഡ്ജ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി, ഇല്ല. സോ ദാറ്റ് മീൻസ് ദ ഗ്രാഫ് ഈസ് ഡിസ്കണക്റ്റഡ്. ഈ സെക്കൻഡ് കേസിലാണെങ്കിൽ നമ്മൾ ഡിസ്കണക്റ്റഡ് ഗ്രാഫ് എടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് അതിലൊരു വെർട്ടെക്സ് എടുത്തു, ആ വെർട്ടെക്സിലേക്ക് കണക്ഷൻ വരുന്ന ഏതൊക്കെ വെർട്ടെക്സുകളാണോ അവരെല്ലാം കണ്ടുപിടിച്ച് ഫസ്റ്റ് പാർട്ടീഷൻ സെറ്റ് V1 ഫോം ചെയ്തു. അപ്പോൾ ഈ ഗ്രാഫ് ഓൾറെഡി ഡിസ്കണക്റ്റഡ് ആയതുകൊണ്ട് ഈ V1ൽ എല്ലാ വെർട്ടീസുകളും ഉണ്ടാവില്ല. അപ്പോൾ ഇതിലില്ലാത്ത ബാക്കിയുള്ള വെർട്ടീസുകൾ നമ്മൾ V2 എന്ന് പറഞ്ഞൊരു സെറ്റ് ഫോം ചെയ്തു. അപ്പോൾ അതിൽ നമുക്ക് എന്ത് പറയാൻ പറ്റി? യു ക്യാൻ സേ ദാറ്റ് 2 subsets that are non-empty disjoint subsets V1 and V2 exist. ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ അപ്പോൾ ഇങ്ങനെ 2 സെറ്റുകൾ അല്ലെങ്കിൽ ഒരു പാർട്ടീഷൻ എക്സിസ്റ്റ് ചെയ്യും എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റി. Theorem: if a graph connected or disconnected has exactly 2 vertices of odd degree, then there must be a path joining these 2 vertices. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയേണ്ട പ്രൂഫ്, ഒരു ഗ്രാഫ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, ഒരു കണക്റ്റഡ് ഗ്രാഫ് അല്ലെങ്കിൽ ഡിസ്കണക്റ്റഡ് ഗ്രാഫ്. അപ്പോൾ ഈ ഗ്രാഫിൽ 2 വെർട്ടീസുകൾക്ക് മാത്രമാണ് ഓഡ് ഡിഗ്രി ഉള്ളതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ 2 വെർട്ടീസുകൾ തമ്മിൽ എന്തുണ്ടായിരിക്കും? ദർ മസ്റ്റ് ബി എ പാത്ത് ജോയിനിങ് ദീസ് 2 വെർട്ടീസസ്. അപ്പോൾ അതാണ് നമുക്ക് പ്രൂവ് ചെയ്യണത്. ഇപ്പോൾ ഇവിടെ നമ്മളൊരു ഗ്രാഫ് കൺസിഡർ ചെയ്യുന്നു, ABCD. ഇതിൻ്റെ അകത്ത് Aയുടെ ഡിഗ്രി എന്താണ്? ഇവിടെ 2 എഡ്ജാണുള്ളത്, സോ ഡിഗ്രി ഈസ് 2. ബിയുടെ ഡിഗ്രി നോക്കിയാൽ ഇവിടെ 3 എഡ്ജ് ഉണ്ട്, ഡിഗ്രി ഈസ് 3. ഈ സിയുടെ കേസിലും ഡിഗ്രി എത്രയാണ്? 2 എഡ്ജേ ഉള്ളൂ, ഡിഗ്രി ഈക്വൽ ടു 2. ഡിയുടെ കേസിലാണെങ്കിലോ 3 എഡ്ജസ് ഉണ്ട്, ഡിഗ്രി ഈക്വൽ ടു 3. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്സാക്ട്ലി ദർ ആർ 2 വെർട്ടീസസ് ഓഫ് 4 ഡിഗ്രി. ഇതിന് രണ്ടിനും 2 ഡിഗ്രിയും ഇതിന് രണ്ടിനും 3 ഡിഗ്രിയാണ്. സോ എക്സാക്ട്ലി 2 വെർട്ടീസസ് B ആൻഡ് D ഓഫ് ഓ ഡിഗ്രി ആണ്. അപ്പോൾ അവ തമ്മിൽ എന്ത് നമുക്ക് കാണുന്നുണ്ട്? ദർ മസ്റ്റ് ബി എ പാത്ത് ജോയിനിങ് ദീസ് 2 വെർട്ടീസസ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ഗ്രാഫ് കൺസിഡർ ചെയ്യുന്നു. സോ ലെറ്റ് G be a graph where all vertices have even degree except 2 vertices V1 and V2 which have odd degree. അപ്പോൾ നമ്മളൊരു ഗ്രാഫ് അസ്യൂം ചെയ്തു. ഈ ഗ്രാഫിലെ വെർട്ടീസുകളിൽ 2 വെർട്ടീസ് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഈവൻ ഡിഗ്രി ആയിരിക്കുന്നതും, അതായത് ഇവിടെ ഈവൻ ആണ്, ഇവിടെ ഈവൻ ആണ്. അതുപോലെ ഈ V1 V2 മാത്രം ഓഡ് ഡിഗ്രി ഉള്ളതുമായ ഒരു ഗ്രാഫ് നമ്മൾ അസ്യൂം ചെയ്തു. സോ ഹിയർ D ആൻഡ് B ആണ് നമ്മളുടെ V1 ആൻഡ് V2. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഓഡ് ഡിഗ്രിയാണ്. ബാക്കിയുള്ള എല്ലാ വെർട്ടീസുകൾക്കും എന്താണ്? ഈവൻ ഡിഗ്രിയാണ്. ഇനി ഫസ്റ്റ് നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ. ദ നമ്പർ ഓഫ് വെർട്ടീസസ് ഓഫ് ഓഡ് ഡിഗ്രി ഇൻ എ ഗ്രാഫ് ഈസ് ഓൾവേസ് ഈവൻ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഒരു ഗ്രാഫിൽ എത്ര വെർട്ടീസുകളുണ്ടെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുക. ആ വെർട്ടീസിൽ ഓഡ് ഡിഗ്രി ഉള്ള എത്ര ഉണ്ടെന്ന് നോക്കുക. അതിൻ്റെ കൗണ്ട് എപ്പോഴും ഈവൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഓഡ് ഡിഗ്രിയുള്ള എത്ര വെർട്ടീസുകളാണ് ഉള്ളത്? 2 വെർട്ടീസുകളാണ്. അപ്പോൾ ഈ ഒരു തിയറം എല്ലാ ഗ്രാഫിനും അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ അതിൽ ഓരോ കമ്പോണൻസിനും നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു ഗ്രാഫിനും ഓഡ് ഡിഗ്രി വെർട്ടീസുകളുടെ എണ്ണം ഓഡായിട്ട് വരില്ല. എപ്പോഴും എന്തായിരിക്കും? ഓഡ് ഡിഗ്രിയുള്ള വെർട്ടീസുകളുടെ എണ്ണം ഈവൻ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓഡ് ഡിഗ്രി ഉള്ളത് ഇവിടെയും മാത്രമാണ്. അപ്പോൾ അതിൻ്റെ കൗണ്ട് എത്രയാണ്? 2 ആണ്. അപ്പോൾ ഓഡ് ഡിഗ്രി ഉള്ള വെർട്ടീസുകളുടെ എണ്ണം എപ്പോഴും ഏതൊരു ഗ്രാഫിലും കണക്റ്റഡ് ആണെങ്കിലും ഡിസ്കണക്റ്റഡ് ആണെങ്കിലും ദാറ്റ് വിൽ ബി ഓൾവേസ് ഈവൻ. അപ്പോൾ ഈ കൗണ്ട് എപ്പോഴും ഈവൻ ആയിരിക്കും നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ഈ 2 വെർട്ടീസുകളും ഒരു ഗ്രാഫിലെ തന്നെ എലമെൻറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കമ്പോണൻറ്റിലെ തന്നെ മെമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ ഒരു കണക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ ആ ഗ്രാഫിലുള്ള 2 പേര് തന്നെയായിരിക്കും എന്ത്? ഈ 2 വെർട്ടീസുകളും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓഡ് ഡിഗ്രിയുള്ള വെർട്ടീസുകളുടെ എണ്ണം എപ്പോഴും എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 അതിൻ്റെ കൗണ്ട്, ദാറ്റ് ഈസ് എ ഈവൻ നമ്പർ. അപ്പോൾ എങ്ങനെയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? ഈ 2 വെർട്ടീസുകളും ഒന്നുകിൽ ഒരു ഗ്രാഫിനുള്ളിലുള്ളത് തന്നെയായിരിക്കും, അല്ലെങ്കിൽ അത് രണ്ടും ഒരു കമ്പോണൻറ്റിനുള്ളിലുള്ളത് തന്നെയായിരിക്കും. അപ്പോൾ ഒന്ന് സെയിം കമ്പോണൻറ്റിലോ അല്ലെ സെയിം ഗ്രാഫിലോ ഉള്ള ഒരു സെയിം കണക്റ്റഡ് ഗ്രാഫിലോ ഉള്ള മെമ്പേഴ്സ് ആയിരിക്കും എന്ത്? ഈ V1 ഉം V2. എന്നുവെച്ചാൽ ഇതിൽ ഒരെണ്ണം കൂടെ കൂടിക്കഴിഞ്ഞാൽ എന്തായി? ഓഡ് ഡിഗ്രിയുള്ള വെർട്ടീസുകളുടെ കൗണ്ട് ഓഡായി. സോ ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ ഇൻ എ ഗ്രാഫ് അക്കോർഡിംഗ് ടു ദിസ് പെർട്ടിക്കുലർ തിയറം. അപ്പോൾ ഈ ഒരു തിയറം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ 2 വെർട്ടീസുകളും എപ്പോഴും ഒരു കംപ്ലീറ്റ് ഗ്രാഫിൽ, ഒരു കണക്റ്റഡ് ഗ്രാഫിലെയോ
അല്ലെങ്കിൽ ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫിലെ ഒരു കമ്പോണൻറ്റിനുള്ളിലോ തന്നെയുള്ള രണ്ട് വെർട്ടീസുകളായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ തമ്മിൽ എപ്പോഴും എന്തുണ്ടായിരിക്കണം? ദർ മസ്റ്റ് ബി എ പാത്ത് ബിറ്റ്വീൻ ദം. അപ്പോൾ ഒരു കമ്പോണൻറ്റ് തന്നെ ഉള്ളവരാണ്, അവർക്ക് രണ്ടുപേർക്ക് ഡിഗ്രി 3 ഉണ്ട് അല്ലെങ്കിൽ ഡിഗ്രി ഓടും ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ഉറപ്പായിട്ട് എന്തുണ്ടാവും? ദർ മസ്റ്റ് ബി എ പാത്ത് ബിറ്റ്വീൻ ദം. So hence the proof.